Hallo, Shad, guten Morgen. Guten Morgen. Yeah. So, let's get into today's session. Last ക്ലാസ്സിൽ നമ്മൾ മെയിൻ ആയിട്ട് നോക്കിയിരുന്നത് preteritum for regelmäßiger Verben preteritum for unregelmäßiger Verben. Regelmäßiger Verben നമ്മുടെ റെഗുലർ verbs നമ്മൾ ഓൾറെഡി പറഞ്ഞു ഒരു സെയിം പാറ്റേൺ ഓഫ് കോൺജുഗേഷൻ ആയിരിക്കും റെഗുലർ verbs ഫോളോ ചെയ്യാന്നുള്ളത്. അതിൽ തന്നെ നമ്മൾ ഒരു എക്സെപ്ഷൻ പഠിച്ചു. എന്തായിരുന്നു എക്സെപ്ഷൻ? എൻഡിങ് NOTO അങ്ങനെ വരികയാണെങ്കിൽ ഒരു ഇ ആഡ് ചെയ്യും. ഉണ്ടെങ്കിൽ TMN വന്നാൽ നമ്മൾ അവിടെ എന്താ ആഡ് ചെയ്യും? ഒരു എക്സ്ട്രാ ഇ ബിഫോർ കോൺജുഗേറ്റിംഗ് ആഡ് ചെയ്യും. ഇത്ര കാര്യങ്ങളാണ് അവിടെ നോക്കിയത്. പിന്നെ നമ്മൾ preteritum for unregelmäßige Verben പറഞ്ഞു. എന്തായിരുന്നു അതിന്റെ സ്പെഷ്യാലിറ്റി? അതെല്ലാം വ്യത്യസ്തമായിരിക്കും. എൻറ്റയർലി ഡിഫറെന്റ് ആയിരിക്കും. നമുക്കൊരു സെയിം പാറ്റേൺ വെച്ചിട്ട് അതിന്റെ കോൺജുഗേഷൻ ചെയ്യാൻ പറ്റില്ല. അവിടെ നമുക്ക് ബൈഹാർട്ട് ചെയ്യാന്നുള്ളൊരു ഓപ്ഷൻ അല്ലാതെ വേറൊരു ഓപ്ഷൻ ഇല്ല എന്നുള്ള നമ്മൾ പറഞ്ഞു. ഇത്ര കാര്യങ്ങളാണ് ലാസ്റ്റ് 2 ക്ലാസ്സിൽ നോക്കിയത്. ഇനി ഓക്കെ, ഇന്നത്തെ സെഷനിൽ നമ്മൾ ടെക്സ്റ്റിൽ ആബൈറ്റ്സ് ബുക്കിലെ കുറച്ച് വർക്ക്സ് ആണ് ഡിസ്കസ് ചെയ്യുന്നത്. ജസ്റ്റ് വെയിറ്റ് എ സെക്കൻഡ്. സോ ആബൈറ്റ്സ് ബുക്കിൽ നമ്മുടെ വെക്സൽ പ്രപ്പോസിറ്റ്യൂഷൻ നമ്മൾ പഠിച്ചില്ലേ? അതിന്റെ ചാപ്റ്റർ ഒന്ന് ഓപ്പൺ ചെയ്ത് പ്രിന്റ് ഔട്ട് ഉണ്ടെങ്കിൽ അതെടുത്താലും മതി. വെക്സൽ പ്രപ്പോസിറ്റ്യൂഷൻ. ഓക്കെ, അപ്പൊ നമ്മൾ ഇന്ന് ചെയ്യാൻ പോകുന്നത് ആബൈറ്റ്സ് ബുക്കിലെ സെക്കൻഡ് ചാപ്റ്ററിലെ എക്സസൈസ് ആണ്. അർഷാദ് ബി ക്വസ്റ്റ്യൻ ഒന്ന് വായിച്ച്. അർഷാദ്. Wohin raumt Eva Sehen? Ergänzen Sie die Sätze? Wohin räumt Eva ihre Sachen? Ergänzen Sie die Sätze എന്നാണ്. വൊഹിന്റെ മീനിങ് എന്തായിരുന്നു? ശരിയാണോ? വൊഹിൻ ടു വെയർ എന്നുള്ളതാണ്, അല്ലെങ്കിൽ വെയർ ടു എന്ന് പറയാനാണ് വൊഹിൻ യൂസ് ചെയ്യുന്നത്. ഇനി റോയ്മൻ, വാട്ട് ഇസ് റോയ്മൻ അല്ലെങ്കിൽ ഔഫ് റോയ്മൻ എന്നൊക്കെ പറഞ്ഞാൽ റോയ്മൻ ട്രെൻബാർ വേർബിൽ നമ്മൾ പഠിച്ചിട്ടുള്ളതാണ്. റോയ്മൻ to clean. Okay, to clean. Wohin räumt Eva ihre Sachen? What is Sachen? Sachen, Dingen. എന്തായിരുന്നു? തിങ്സ് എന്നുള്ളതിനാണ് നമ്മൾ സാഖൻ എന്ന് പറയുന്നത്. സോ wohin räumt Eva ihre Sachen? എന്തായിരിക്കും അതിന്റെ മീനിങ്? എന്തായിരുന്നു? Clean Eva. ഇപ്പൊ ആ റൂമിന്റെ താഴെ കൊടുത്തിരിക്കുന്ന പിക്ചർ കണ്ടാൽ തന്നെ നമുക്കറിയാം റൂം ഫുൾ അലങ്കോലാക്കി കിടക്കാണ്. ഇതെല്ലാം കൂടെ എവ എങ്ങോട്ട് ഷിഫ്റ്റ് ചെയ്യും എന്നുള്ളതാണ് ഇവിടെ ക്വസ്റ്റ്യൻ ആയിട്ട് വരുന്നത്. ഓക്കെ, ഇനി എർഗെയിൻസൻ സീ ദീസ് ആർട്സ്. വാട്ട് ഇസ് എർഗെയിൻസൻ? എഴുതാണോ? ടു കംപ്ലീറ്റ് എന്നുള്ളതിനാണ് എർഗെയിൻസൻ എന്ന് പറയുന്നത്. എർഗെയിൻസൻ സി ദിസ് ആർട്സ് എന്നാണ് വരുന്നത്. സോ ഇവിടെ ഇയാൾ ചെയ്യേണ്ട എന്താന്ന് വെച്ചാൽ ഇവിടെ കറക്റ്റ് ആയിട്ട് ആരോ കൊടുത്തിട്ട് എല്ലാ ക്വസ്റ്റ്യനും ഓരോ ആരോസ് ആയിട്ട് കൊടുത്തിട്ടുണ്ട്. ദാറ്റ് ഇസ് 1 എന്നുള്ളടത്ത് കറക്റ്റ് സാധനത്തിന്റെ പൊസിഷൻ എല്ലാം കൊടുത്തിട്ടുണ്ട്. നമ്മൾ വെക്സൽ പ്രപ്പോസിറ്റ്യൂഷൻ പഠിച്ചിട്ടുണ്ട്. വെക്സൽ പ്രപ്പോസിറ്റ്യൂഷൻ നമ്മൾ പറഞ്ഞു പൊസിഷൻ ഡിനോട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്ന പ്രപ്പോസിഷൻസ് ആണ് വെക്സൽ പ്രപ്പോസിറ്റ്യൂഷൻ. സോ ഈ വെക്സൽ പ്രപ്പോസിറ്റ്യൂണിന്റെ ഹെൽപ്പ് വെച്ചിട്ട് നമ്മൾ എന്ത് ചെയ്യണം? ഈ കറക്റ്റ് ഇതിന്റെ പൊസിഷൻ നമ്മൾ കൊടുക്കണം. ഫോർ എക്സാമ്പിൾ ഫസ്റ്റ് വൺ എങ്ങനെയാണ് കൊടുത്തിട്ടുള്ളത്? ലാപ്ടോപ്പിന്റെ പൊസിഷൻ എവിടെയാണ് കൊടുത്തത്? ലാപ്ടോപ്പ് ടേബിളിൽ വെക്കണം എന്നുള്ള രീതിയിലാണ് ആരോ കൊടുത്തിട്ടുള്ളത്.
അതുകൊണ്ട് തന്നെ അവിടെ ഇങ്ങനെ ഫിൽ ചെയ്തിട്ടുണ്ട്, എവാ സ്റ്റെൽ ദീൻ ലാപ്ടോപ്പ് ഓഫ് ദീൻ ടിഷ് എന്ന് കൊടുത്തിട്ടുണ്ട്. എവാ സ്റ്റെൽ ദീൻ ലാപ്ടോപ്പ് ഓഫ് ദീൻ ടിഷ്. ഇതേപോലെ നമ്മൾ ഈ വെക്സൽ പ്രപ്പോസിഷൻ വെച്ചിട്ട് കണക്ട് ചെയ്ത് എഴുതേണ്ട മാത്രം നമ്മൾ എന്ത് ചെയ്യണം, ഫിൽ ചെയ്യണം. അതാണ് ഇവിടുത്തെ എക്സസൈസ്. ഈ സെക്കൻഡ് നമുക്ക് ജസ്റ്റ് ഒന്ന് നോക്കാം. സെക്കൻഡ് വൺ, ജി ലീഗ് ദി ഫ്യൂച്ചർ എന്നാണ്. ഇനി ആരോ എങ്ങനെയാ വരുന്നത് നോക്കാം. ആരോ എവിടുന്നാ പോകുന്നത്? ആരോ നേരെ ബെഡിന്റെ അടിയിലോട്ടാ പോകുന്നത്. നമ്മൾ എങ്ങനെ കൊടുക്കണം? ഉണ്ട് എങ്ങനെയാണോ ആർട്ടിക്കിൾ ചേഞ്ച് ആവുക അത് ഇയാൾ കറക്റ്റ് ചെയ്തിട്ട് കൊടുക്കും. Okay. ഇതേപോലെ ഓരോ ആരോസും ചെക്ക് ചെയ്തിട്ട് അവിടെ വെക്സൽ പ്രപ്പോസിറ്റ്യൂൺ യൂസ് ചെയ്തിട്ട് ചെയ്യാം. ഓക്കെ, ക്ലിയർ ആയവർക്ക്? ഓക്കെ. Yeah. So you have 5 minutes time to start doing.
Arshad completed. Done. No. Yeah, Arshad completed. ഒന്നുകൂടെ ഉണ്ട്, അത് കിട്ടിയില്ല. രണ്ടെണ്ണം, ലാസ്റ്റ് രണ്ടും. Okay. Yeah, first one. This one, sie legt die Bücher
Unde Second das one. Bett. ഒരു മിനിറ്റ്. Okay. Yeah. ഏതായിരുന്നു? Sie legt die Bücher. Unter das Bett. Yeah, unter das Bett. Sehr gut. Next one. Sie legt die Schlüssel auf Mhm. den Tisch. Auf. Den Tisch. Yeah, auf den Tisch. Sehr gut. Next one. Sie stellt den Rucksack neben das Bett. Yeah. Das Handy legt sie auf den Schrank. Second. This handy. Which one was that? Sixth one. Die Hause hängt sie über dem. ഒരു മിനിറ്റ്. ഫോൺ അവർ വെക്കുന്നത് എവിടെയാണ്? ഷ്രാങ്കിലല്ല, റിഗാലിലാണ്. ബ്യൂഷ്യ റിഗാൽ. ഓക്കെ, ഷെൽഫിലാണ്. ബുക്ക് ഷെൽഫിന് നമ്മൾ പറയാം ദാസ് റിഗാൽ Okay. അല്ലെങ്കിൽ ദാസ് ബ്യൂഷ്യ റിഗാൽ. Das Regal. Regal. Okay. അപ്പൊ എങ്ങനെയായിരിക്കും പറയാം? Sixth one. Das Handy legt sie auf den das Regal. അവിടെ ഓൺ എന്നല്ല നമ്മൾ യൂസ് ചെയ്യുക. അവിടെ നമ്മൾ ഔഫ് അല്ല യൂസ് ചെയ്യുക, ഇൻ ആണ് യൂസ് ചെയ്യുക. ഇൻ ദി ഷെൽഫ്. ഷീ കെപ്റ്റ് ദ ബുക്ക് ഇൻ ദ ഷെൽഫ് എന്നാണ് നമ്മൾ പറയാം. സോ ഇറ്റ് വിൽ ബി ഇൻ ദാസ് റിഗാൽ. ഇൻ ദാസ് റിഗാൽ അല്ലെങ്കിൽ ഇൻസ് റിഗാൽ. ഓക്കെ, In das ഇൻസ്. യാ, ഇൻസ് റിഗാൽ. Regal. ഉം. Sixth one. Die Hause hängt sie über dem. Hose. Die Hose. Die Hause hängt sie über dem Kleid. എവിടെയായിരുന്നു? Kleiderbügel. എവിടെയാന്ന് പറഞ്ഞ? Kleiderbügel. ഓക്കെ, ഹാങ്ങറിനല്ലേ? ഹാങ്ങർ അങ്ങനെ പറയാം. ഓക്കെ ഓക്കെ ഓക്കെ. അല്ലെങ്കിൽ സിംപ്ലി ആൻ ദി വാണ്ട് എന്ന് പറഞ്ഞാൽ മതി. ഓൺ ദി എങ്ങനെ? വാണ്ട് എന്ന് വെച്ചാൽ വാൾ എന്നാണ്. വാളിൽ ഹാങ് ചെയ്തിടുന്നു. ഹാങ്ങിന്റെ കൂടെ നമ്മൾ എപ്പോഴും യൂസ് ചെയ്യുന്ന വെക്സൽ പ്രൊപ്പോസിഷൻ ആണ് ഹേങ് ആൻഡ് അൻ. ഹേങ് ആൻഡ് അൻ. ഓക്കെ, സോ ഇറ്റ് വിൽ ബി അൻ ദി വാണ്ട്. അൻ ദി വാണ്ട് അല്ലെങ്കിൽ അൻ ദി വാട്ട് എവർ യു യൂസ്. വാണ്ട് ആണ് ഇവിടെ കുറച്ചും കൂടെ ബെറ്റർ, ബിക്കോസ് ഓൾറെഡി ഹാങ്ങിങ് ആണെന്ന് പറഞ്ഞു. ഇപ്പൊ ഹാങ്ങർ വേണമെന്നില്ല, പോളിൽ ഹാങ് ചെയ്തിട്ടുണ്ട് എന്ന് പറഞ്ഞു. ഓക്കെ, വാണ്ട് എന്തായിരുന്നു പറയാ? വാണ്ട്. വാണ്ട്. വൺ സെക്കൻഡ്, ചാറ്റ് ബോക്സ് ചെക്ക് ചെയ്യാം. വാണ്ട്. നെക്സ്റ്റ് വൺ. വാണ്ട്. Okay, sie hängt die Jacke über dem. അവിടെ അപ്പോ ഇതേപോലെ ഉപയോഗിച്ച പോരെ? അവിടെയും സെയിം സാധനം പറഞ്ഞാൽ മതി, അന്തിവാൻ. ഓക്കെ, അപ്പോ നമ്മള് അതിന്റെ ആർട്ടിക്കിൾ കൊടുക്കുന്നത് ദി വാണ്ട്. ഓക്കെ. വാണ്ട് അക്യൂസാറ്റീവ് തന്നെ. ഹാങ് ആവുമ്പോ, ഹാങ് ചെയ്യുമ്പോ അപ്പോ ഡാറ്റീവ് അല്ലേ വരിക? ഇറ്റ് ഈസ് ഓൾറെഡി ഹാങ്ഡ് അല്ലേ? ഡാറ്റീവ് അല്ല അവിടെ. Yeah, sorry, it is already hanged. That's why it is dative. One second, I'll open the line. See, hanged to the. Okay, so ze hanged to the yak. Ze hanged to the yaka എന്നുള്ളതിന്റെ ലിറ്ററൽ ട്രാൻസ്ലേഷൻ എന്ന് പറഞ്ഞേ. She hanged the jacket. She hanged എന്നല്ലല്ലോ അത് വരിക. She is hanging. She is hanging. She is hanging എന്നുള്ള അടുത്ത് ആ ഷീ എന്നുള്ള ആൾക്ക് മൂവ്മെന്റ് ഉണ്ടോ? No. മൂവ്മെന്റ് ഇല്ലേ? ഹാങ് ചെയ്യാൻ അവർ പോവുകയാണ്. ഷീ ഈസ് ഹാങ്ങിങ്. കറന്റ്ലി ഷീ ഈസ് ഹാങ്ങിങ്. ദർ ഇസ് എ മൂവ്മെന്റ് ഇൻ ദാറ്റ്. ദാറ്റ്സ് വൈ അത് അക്യൂസാറ്റീവ് ആയിരിക്കും. അതുകൊണ്ടാണ് അവിടെ അന്തിവാന്ത വന്നത്. ഓക്കെ, നമ്മൾ ആദ്യം ഒരു പിക്ചർ ഹാങ് ചെയ്യുമ്പോ അവിടെ മൂവ്മെന്റ് ഇല്ല പറഞ്ഞു, അപ്പൊ അത് ഡാറ്റീവ് എന്ന് പറഞ്ഞു. ഇറ്റ് വിൽ ബി ദ പിക്ചർ ഈസ് ഓൾറെഡി ഹാങ്ഡ്. ആ ഒരു ടൈമിലാണ് അങ്ങനെ ഉണ്ടാവുക. ഓക്കെ,
ഓക്കെ ഓക്കെ. ഫോർ എക്സാമ്പിൾ ഇപ്പൊ ഒരു സെന്റൻസ് നോക്കാം. ദ പിക്ചർ ഇസ് ഹാങ്ങിങ് ഓൺ ദ വാൾ. അവിടെ മൂവ്മെന്റ് ഉണ്ടോ? ഹാങ്ങിങ് ഇൻ ദ വേൾഡ് നോ. പിക്ചർ ഈസ് ഹാങ്ങിങ് ഓൺ ദ വാൾ. ഓൾറെഡി ഹാങ് ആയി അവിടെ കിടക്കുകയാണ്, അവിടെ ഒരു മൂവ്മെന്റും ഇല്ല. ബട്ട് ഹിയർ ഷീ ഈസ് ഹാങ്ങിങ്. സോ ഷീ എന്നുള്ള ആൾക്ക് എന്തുണ്ട്? മൂവ്മെന്റ് ഉണ്ട്. ദാറ്റ്സ് വൈ. ഓക്കെ ഓക്കെ. അപ്പൊ അക്വസേറ്റീവ് ആയിരിക്കും അല്ലേ? ഓക്കെ. നെക്സ്റ്റ് വൺ. അത് എനിക്ക് കിട്ടിയിട്ടില്ല. 8th one കിട്ടിയിട്ടില്ല. ഒരു മിനിറ്റ്. എയ്ത്ത് വൺ ഇവിടെ. എയ്ത്തിന്റെ ആരോ നേരെ എങ്ങോട്ടാ പോകുന്ന? ഷുഗർ സ്റ്റെൽറ്റ്. മനസ്സിലായില്ല എന്താ? ഓക്കെ. ആ കബോർഡ്. കബോർഡ് നമ്മൾ എന്താ പറയാ? കബോർഡിന് ഷാങ്ക്. യാ, ഷ്രാങ്ക് എന്ന് പറയും. ഷ്രാങ്കിലാണ് വെച്ചിരിക്കുന്നത്. ദി ഷുഗർ സ്റ്റെൽസ് ഇൻ ദെൻ ഷ്രാങ്ക്. ഇൻ ദെൻ ഷ്രാങ്ക്. ഓക്കെ ഓക്കെ. സ്റ്റെല്ലൻ നമ്മൾ പറഞ്ഞിട്ടുണ്ട്. സ്റ്റെല്ലൻ വിൽ ബി ഓൾവേസ് അക്വസാറ്റീവ്. ദാറ്റ്സ് വൈ ദി ഷുഗർ സ്റ്റെൽസ് ഇൻ ദെൻ ഷ്രാങ്ക്. ഓക്കെ. നെക്സ്റ്റ് വൺ. Sie lag die Socke an das ലേറ്റ്. T-Shirt, legt Socke und das T-Shirt über Regal, ഇൻ das ഇൻ ലേഗൻ ഇൻ. Always laden in. Okay. Sie Regal. legt die Socke und das T-Shirt in den Schrank. ഇവിടെയും ഷ്രാങ്ക് തന്നെയാണ്. ഇൻ ദെൻ ഷ്രാങ്ക്. ഓക്കെ നമ്മൾ കബോർഡിന്റെയും പിന്നെ അതുപോലെ തന്നെ ഷെൽഫിന്റെ കൂടെയൊക്കെ നമ്മൾ യൂസ് ചെയ്യുക ഇൻ ആയിരിക്കും. ഓക്കെ. ഇനി ഇതിലേതിലേലും ഡൗട്ട്സ് ഉണ്ടായിട്ടുണ്ടോ? എവിടെയെങ്കിലും ഒന്നുകൂടെ പറഞ്ഞു തരേണ്ടതുണ്ടോ? ഇല്ല ഇല്ല. നമുക്ക് ഞാനിന്ന് ബേസിക്കലി ഞാൻ കാണിക്കുന്നത് എങ്ങനെയാണ് ആ ടെക്സ്റ്റ് ബുക്കിലെ വർക്ക്സ് ചെയ്യാന്നുള്ളതാണ്. ഓക്കെ. ഓക്കെ നമുക്കത് കുറച്ച് നോക്കാം. അതാണ് ഞാൻ ഇന്ന് പുതിയ ടോപ്പിക് എടുക്കാഞ്ഞത്. അത് നമ്മൾ തീരൊട്ടും ചെയ്തിട്ടില്ലാത്ത കാര്യമായതുകൊണ്ട്. ഈ നെക്സ്റ്റ് വണ്ണും കൂടെ ചെയ്യാം. സി പാർട്ട്. വാസ് മാർക്ക് ലോറ ഫാസ്റ്റ് jeden Tag. Schreiben Sie Sätze. Okay. Was macht Laura fast jeden Tag? എന്തായിരിക്കും ഇതിന്റെ മീനിങ്? What do Laura fast? Yeah. What does Laura do every day എന്നുള്ളതാണ്. Schreiben Sie Sätze. ഇവിടെ എങ്ങനെയാന്ന് വെച്ചാൽ ഫാസ്റ്റിന്റെ മീനിങ് എന്തായിരുന്നു? ഇവിടെ ഫാസ്റ്റ് എവ്രി ഡേ എന്നുള്ളത് തന്നെ. ഫാസ്റ്റ് jeden Tag എന്ന് വെച്ചാൽ എവ്രി ഡേ എന്നുള്ള സാധനം തന്നെ വരും. ഓൾമോസ്റ്റ് എവ്രി ഡേ. ഓക്കെ. മോസ്റ്റ്ലി ഓൾമോസ്റ്റ് ഒക്കെ പറയാനാണ് ഫാസ്റ്റ് എന്ന് യൂസ് ചെയ്യുന്നത്. ബട്ട് ഫാസ്റ്റ് jeden Tag എവ്രി ഡേ എന്നുള്ളത്. യാ. സോ ക്വസ്റ്റ്യൻ എങ്ങനെയാന്ന് വെച്ചാൽ ഇവിടെ ഫുള്ളി ഷഫിൾഡ് ആയിട്ട് നിങ്ങൾക്ക് ഒരുപാട് കാര്യങ്ങൾ കൊടുത്തിട്ടുണ്ട്. അതൊന്ന് ഓർഡർ ആക്കി കറക്റ്റ് വേർബ് കോൺജുഗേറ്റ് ചെയ്തിട്ട് ആ സെന്റൻസ് ഒന്ന് ക്രിയേറ്റ് ചെയ്യാം. ഇറ്റ്സ് വെരി ഈസി. അതിൽ വേർബും എല്ലാ സാധനവും കൊടുത്തിട്ടുണ്ട്. യു ജസ്റ്റ് ഹാവ് ടു റീഓർഡർ ഇറ്റ് ആൻഡ് കോൺജുഗേറ്റ് ദ വേർബ് അക്കോർഡിംഗ്ലി. ഓക്കെ. ലോറ ആണ് ഇവിടുത്തെ സബ്ജക്റ്റ്. അതിനനുസരിച്ചിട്ട് വേണം വേർബ് കോൺജുഗേറ്റ് ചെയ്യാൻ. ഓക്കെ. I think you only need 5 minutes for this. Please do this first.
Completed, Akshay? Done? No. Okay. Okay, now completed. Last your room.
completed. Okay, so let's discuss second one. Sie arbeitet in ein Kleid beschreibt. Second one, sie arbeitet. Once again. Sie arbeitet in ein Kleid Bergschaft. In einem, okay, in einem. Sie arbeitet in einem Kleidergeschäft. Ein Okay. Kleid. Arbeitet ആണ് സോ ഇൻ എന്നുള്ളത് എന്തായിട്ട് മാറും ഡാറ്റീവായിട്ട് മാറും ഇൻ einem Kleidergeschäft. Okay. Next one. Sie ist mittags in dem Geschäft. Yeah, so sie ist mittags in den Geschäften വരും. Sehr gut. Fourth one. Sie geht in der Pause in einem Bäckerei. Yeah. Sie geht in der Pause in einer Bäckerei. Sehr gut. Sie kauft Abend in dem Supermarkt ein. Ja. Sie kauft abends im Supermarkt ein. Sehr gut. Sie stellt hinter das Haus ihre Fahrrad. അങ്ങനെയല്ല. Sie stellt ihr Fahrrad hinter das Haus. Sie stellt ihr Fahrrad hinter das Haus. Okay. അതിന്റെ ഈ ഫാരാഡിന്റെ പൊസിഷൻ എങ്ങനെയാണ്? Ihr Fahrrad can be either first position, third position. Okay, third is better. Sie stellt ihr Fahrrad hinter das Haus. Okay. Seventh one, sie ist vor dem Fenster. Once again, sie Sie ist vor der Fenster. Ja, sie ist vor dem Fernsehen. Sehr gut. Sehr gut. Second, ഇപ്പൊ ഈ വർക്ക് ക്ലിയർ ആയോ? Yeah. നമുക്ക് വേറൊരു ടെക്സ്റ്റ് ഡിസ്കസ് ചെയ്യാം. സോ നമ്മുടെ ക്വസ്റ്റ്യൻ വരുന്നത് ലേസൺ സി ദെൻ ടെക്സ്റ്റ് നോട്ടിയർ സി ദി ആൺബോട്ടൻ നമ്മൾ ഓൾറെഡി ചെയ്യാറുണ്ട്. ടെക്സ്റ്റ് വായിച്ചിട്ട് നമ്മൾ താഴെ കൊടുത്തിരിക്കുന്ന ക്വസ്റ്റ്യൻസിന് ആൻസർ ചെയ്യാന്നുള്ളതാണ്. സോ ഇതാണ് നമ്മുടെ ടെക്സ്റ്റ്. Please read it. Von Schule zu Schule. Ich habe viele Schulen One besucht. second. Slowly. Von Schule zu Schule. Von Schule zu Schule എന്ന് വെച്ചാൽ എന്താ? ഫോണിന്റെ മീനിങ് For the school. ഫോൺ എന്ന് വെച്ചാൽ എന്തായിരുന്നു? ഓഫ് ആണോ? Confusion. From. Phone is from. Zooടെ മീനിങ് To. Yeah. So von Schule zu Schule എന്ന് വെച്ചാൽ From school to school. Yeah, from school to school എന്നുള്ളതാണ് നമ്മുടെ ഹെഡിങ് വരുന്നത്. Von Schule zu Schule. Yeah, first paragraph. Aus അല്ലേ from വരിക? ഫോണും ഇവിടെ ഈ ഒരു ഫോൺ ടു എന്നുള്ളത് വെച്ചാൽ ഫ്രം ടു എന്നാണ്. Okay. Auf അല്ല. Also യൂസ് ചെയ്യൂലേ? ഔസും നമ്മൾ ഫ്രമ്മിന് യൂസ് ചെയ്യും. ബട്ട് അതിനൊരു സ്പെഷ്യൽ റൂൾ ഉണ്ട്. വിൽ ഡിസ്കസ് ദാറ്റ് ആഫ്റ്റർ ദിസ്. ഓക്കെ, ഔസും ഫോണും യൂസ് ചെയ്യുമ്പോഴുള്ള ഒരു റൂൾ ഉണ്ട്. വിൽ ഡിസ്കസ് ദാറ്റ്. As of now, let's discuss the text. Okay. Ich habe viele Schulen besucht. Es waren 5 verschiedene bis zum Abitur in Berlin. Verschiedene Verschiedene bis zum Abitur
in Berlin. Erzählte die Ärztin Lena Richter, das war nicht ihre Wunsch, aber es war einfach so. Ihr Vater hat in vielen Ländern gearbeitet, so Okay, one second. So, Paragraph വരുന്നത് Ich habe viele Schulen besucht. Es waren 5 verschiedene bis zum Abitur in Berlin. Erzählt die Ärztin Lena Richter. Das war nicht ihr Wunsch, aber es war einfach so. Ihr Vater hat in vielen Ländern gearbeitet. ഇതുവരെയാണ് നമ്മൾ ഡിസ്കസ് ചെയ്തത്. Ich habe viele Schulen besucht. എന്താണ് അതിന്റെ മീനിങ്? I have feel ഫീൽ പറഞ്ഞാല് കുറെ സ്കൂൾ അങ്ങനെയാണോ? Many schools. Many school visit. അറ്റൻഡ് ഒരു സ്കൂള് നമ്മൾ വിസിറ്റ് എന്നല്ലല്ലോ പറയാം, അറ്റൻഡ് ചെയ്യാന്നുള്ളതാണ് പറയാം. സോ യു വിൽ ബി സേയിങ് ലൈക്ക് ഐ ഹാവ് അറ്റൻഡഡ് എ ലോട്ട് ഓഫ് സ്കൂൾസ് എന്നാണ് ആര് പറയുന്നത്? ലെന റിഷ്ടർ പറയുന്നത്. എസ് ഫാർ ഇൻ ഫ്യൂൻ verschiedene bis zum Abitur in Berlin. അബിറ്റൂർ എന്ന് വെച്ചാൽ അബിറ്റൂർ എന്ന് വെച്ചാൽ നമ്മുടെ ഹൈസ്കൂളിനാണ് നമ്മൾ ഇവിടെ അബിറ്റൂർ എന്ന് പറയുന്നത്. ഓക്കെ, എന്താ പറയുന്നത്? എസ് വാരൻ ഫ്യൂൻ verschiedene bis zum Abitur in Berlin. എന്തായിരിക്കും അതിന്റെ മീനിങ്? verschiedene. What is verschiedene? Yeah, what is verschiedene? അറിയില്ല. ഡിഫറെന്റ് അല്ലെങ്കിൽ വെറൈറ്റി എന്നുള്ളതിനാണ് നമ്മൾ verschiedene എന്ന് പറയുന്നത്. Es waren 5 verschiedene bis zum Abitur in Berlin എന്ന് വെച്ചാൽ It was four different five different reason to Abitur high school Abitur high school in Berlin. Yeah, there were 5 different schools until എവിടെ ബെർലിനിൽ ഗ്രാജുവേറ്റ് ആവുന്നത് വരെ 5 ഡിഫറെന്റ് സ്കൂൾസിൽ ആര് പോയിട്ടുണ്ടെന്നാ പറയുന്നത്? നമ്മുടെ ഡോക്ടറായ ലെന റിഷ്ടർ പറയുന്നത് അതാണ്. ഓക്കെ, das war nicht ihr Wunsch. What is that? What is Wunsch? What is Wunsch? അറിയില്ല. Wunsch means wish. Wishനാണ് നമ്മൾ പറയുന്നത് Wunsch എന്ന്. Das war nicht ihr Wunsch. It was not her dream or her wish. Okay. Aber es war einfach so. What is einfach so? നോട്ട് ചെയ്ത് വെച്ചോളൂ. einfach so എന്നുള്ളത് ഒരു ഫ്രേസ് ആണ്. ജസ്റ്റ് ലൈക്ക് ദാറ്റ് അല്ലെങ്കിൽ ബിക്കോസ് ഓഫ് ദാറ്റ് എന്നൊക്കെ പറയാനാണ് നമ്മൾ einfach so യൂസ് ചെയ്യുന്നത്. ഓക്കെ, സോ ഇപ്പൊ എന്താ പറയുന്നത്? ഇറ്റ് വാസ് നോട്ട് ഹർ വിഷ്, സ്റ്റിൽ ഇറ്റ് വാസ് ജസ്റ്റ് ലൈക്ക് ദാറ്റ് ഓൺലി. ഷി ഹാഡ് നോ ഓപ്ഷൻ. ഓക്കെ, Ihr Vater hat in vielen Ländern gearbeitet. What is that? അവളുടെ ഫാദർ കുറെ രാജ്യങ്ങളിൽ വർക്ക് ചെയ്തിട്ടുണ്ട്. Yeah, her father worked in many countries എന്നാണ് പറയുന്നത്. ഇനി ബാക്കി വായിച്ചോളൂ. Ziost ist Lena ist Deutsch lernt in die Grundschule gegangen, dann ist die Familie nach Frankreich gezogen. Die Grundschule in Paris war sehr streng. Wir mussten still sitzen, wir mussten viele Hausaufgaben machen und ich konnte die Sprache noch nicht gut. Ich war sehr Okay. Stop. Yeah. So, zuerst ist Lena in Deutschland in die Grundschule gegangen. Dann ist die Familie nach Frankreich gezogen. Die Grundschule in Paris war streng, sehr streng. Wir mussten still sitzen, wir mussten viel Hausaufgaben machen. Und ich konnte die Sprache noch nicht gut. Ich war sehr unglücklich. നമ്മൾ ഏതുവരെയായിരുന്നു ഇപ്പൊ ഡിസ്കസ് ചെയ്തത്? നോട്ട് നിഷ് ഗുഡ് വരെയായിരുന്നു.
gearbeitet. Okay, unglücklich. Und ich könnte die Sprache noch nicht gut. Ich war sehr unglücklich, sagt Lena Richter. Okay, ഇതുവരെ നോക്കാം. So, first one എന്താ പറയുന്നത്? Zuerst ist Lena in Deutschland in Grundschule gegangen. What is Grundschule? The Grundschule. Primary school ആണ്. Yeah, primary school. Sehr gut. Okay. Zuerst ist Lena in Deutschland in die Grundschule gegangen. എന്തായിരിക്കും ഇതിന്റെ മീനിങ്? ലെന ജർമ്മനിയിൽ പ്രൈമറി സ്കൂൾ പോയി. ആദ്യം ലെന എവിടെ പോയി എന്നാ പറയുന്നത്? ഫസ്റ്റ് പ്രൈമറി സ്കൂൾ എവിടെയായിരുന്നു? ജർമ്മനിയിലായിരുന്നു. Dann ist die Familie nach Frankreich gezogen. What is gezogen oder ziehen? Nach Frankreich gezogen. എന്തായിരിക്കും അത്? After then എന്ന് വെച്ചാൽ then is the family after France. നാക് ഫ്രാൻസ് എന്ന് വെച്ചാൽ ടു ഫ്രാൻസ് എന്നാണ്. ഓക്കെ, നാക് ഫ്രാങ്ക്രൈഷ്. ഗെറ്റ്സോഗൻ എന്ന് വെച്ചാൽ ഷിഫ്റ്റഡ് എന്നാണ്. ഇവിടെ ഞാൻ പറഞ്ഞിട്ടുണ്ട്, നമ്മൾ ടു കൺട്രി സിറ്റി ഡയറക്ഷൻ എന്ന് പറയണേൽ നമ്മൾ നാക്കാണ് യൂസ് ചെയ്യാം. ഓക്കെ, ഗെറ്റ്സോഗൻ എന്ന് വെച്ചാൽ ഷിഫ്റ്റഡ് അല്ലെങ്കിൽ ടു മൂവ് എന്നുള്ളതിനാണ്. നമ്മൾ സീഹൻ ആണ് അതിന്റെ ഒറിജിനൽ ഫോം. ഗെറ്റ്സോഗൻ ഇസ് പാർട്ടിസിപ്പൽ ഫോം. ഓക്കെ, സോ എന്താ പറയുന്നത്? അത് കഴിഞ്ഞിട്ട് അവരുടെ ഫാമിലി ഇങ്ങോട്ട് മൂവ് ചെയ്തു എന്നാ പറയുന്നത്, ഫ്രാൻസിലേക്ക് മൂവ് ചെയ്തു അവര്. ദി Grundschule in Paris was streng, sehr streng. What is streng? Stress. Strict. Stress അല്ല, strict. Okay, Grundschule in Paris was sehr streng എന്നാ പറയുന്നത്. It was very strict. പ്രൈമറി സ്കൂൾ പാരീസിൽ ഭയങ്കര സ്ട്രിക്റ്റ് ആയിരുന്നു. Wir müssen still sitzen. What will be still? Still എന്നാണോ? Still in a sense, നമ്മൾ ക്ലാസ്സിൽ സ്റ്റിൽ ആയിട്ട് ഇരിക്കാന്ന് വെച്ചാൽ എന്തായിരിക്കും? സൈലന്റ് ആയിരിക്കും. ഓക്കെ, സ്റ്റിൽ മീൻസ് സൈലന്റ്. Wir müssen still sitzen. അവർക്ക് എന്തായിരുന്നു? They have to sit silently. Wir müssen viel Hausaufgaben machen. What will be it? എല്ലാവർക്കും കുറെ ഹോംവർക്ക് ചെയ്യാനുണ്ടോ? ഞങ്ങൾക്ക് ഒരുപാട് ഹോംവർക്ക് ചെയ്യാനുണ്ടായിരുന്നു എന്നാണ് പറയുന്നത്. ഓക്കെ, ഇനി അടുത്ത സെന്റൻസ് എന്തായിരുന്നു? Und ich könnte die Sprache noch nicht gut. അതായത് ലാംഗ്വേജും എനിക്ക് ഓക്കെ അല്ലായിരുന്നു, അതുകൊണ്ടും ലെന റിഷ്ടറിന്റെ ഇതൊരു ബുദ്ധിമുട്ടായിരുന്നു എന്നാണ് പറയുന്നത്. ഓക്കെ, noch nicht good പറഞ്ഞാല് not nicht good. It was not good എന്നുള്ള രീതി തന്നെ. Not nicht good. Not at all good. okay. ബേസിക്കലി അവിടെ യൂസ് ചെയ്യുന്നത് ഐ കാണ്ട് ഈവൻ സ്പീക്ക് ദാറ്റ് ലാംഗ്വേജ് എന്നുള്ളതാണ്. ഓക്കെ, ഇനി ich war sehr unglücklich. What is unglücklich? Unhappy. അല്ലെ? I was not happy എന്നാണ് പറയുന്നത്. sagt Lena Richter. ഇനി ബാക്കി വായിച്ചോളൂ. Sagt Lena Richter, dann war sie 2 Jahre in einer anderen Schule in Straßburg mit 13 Jahre ist sie nach Wien gekommen und hat 4 Jahre lang das Lycée ആണോ അവിടെ? അത് ഫ്രഞ്ചിലാണ്. ലിസി ഫ്രാൻസിയാസിസ്. Francis besucht eine französische Schule in Wien. Ich war von 8 bis 13, 17 Jahre, 16 Uhr in der Schule und dort habe wir fast nur Französisch gesprochen. Wir hatten nur kleine Klassen und ich habe bis heute Freunde aus dieser Zeit.
Frau Richter. Okay. Let me. So where is it? Yeah. Dann war sie 2 Jahre in einer anderen Schule in Straßburg. Mit 13 Jahren ist sie nach Wien gekommen und hat 4 Jahre lang das Lycée Französisch besucht, eine französische Schule in Wien. Ich war von 8 bis 16 Uhr in der Schule und dort haben wir fast nur Französisch gesprochen. Wir hatten nur kleine Klassen und ich habe bis heute Freunde aus dieser Zeit. എന്നാണ് പറയുന്നത്. So, first sentence എന്താണ്? Dann war sie 2 Jahre in einer anderen Schule in Straßburg. എന്തായിരിക്കും അതിന്റെ മീനിങ്? സാറ്റ് ലെനാവട്ടല്ലേ? അത് കഴിഞ്ഞിട്ട് ആ സെന്റൻസ് കഴിഞ്ഞു, നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്തതാണത്. അത് ich war sehr unglücklich, sagt Lena Richter. Okay. Dann war that was she Then took then the ആണ് ദാൻ എന്ന് വെച്ചാൽ. then was now. Then war sie 2 Jahre in einer anderen Schule in Straßburg. Then she was for 2 years she was in other school എവിടെ? സ്ട്രാസ്ബൂഗ് എന്ന് പറഞ്ഞ സ്ഥലത്ത് ഒരു സ്കൂളിലായിരുന്നു. അത് കഴിഞ്ഞിട്ട് 2 കൊല്ലം ആര് പഠിച്ചത്? ലെന റിസ്റ്റർ പഠിച്ചത്. ഓക്കെ. Okay. Mit 13 Jahren ist sie nach Wien gekommen. 13 വയസ്സായപ്പോ അവരെങ്ങോട്ട് ഷിഫ്റ്റ് ആയി? വീനിലേക്ക് വന്നു. Und hat 4 Jahre lang das Lycée Französisch besucht. Eine französische. ഉദ്ദേശിക്കുന്നത് എന്തായിരുന്നു? ഇവിടെ ഷിഫ്റ്റ് എന്നുള്ളത് വൈനാണോ? എന്തായിരുന്നു? അല്ല, അതിനെ പിന്നെ അവര് മാറി പറഞ്ഞല്ലോ അവിടെ ഈ വൈനിന്റെ അവര് മാറി എന്നുള്ളതാണോ ഉദ്ദേശിച്ചത്? ഇവിടെ mit 13 Jahren ist sie nach Wien gekommen. Came back. Okay. Came back. Okay. വൈന് Gekommen. എനിക്ക് അയാൾ ചോദിക്കുന്ന മനസ്സിലാവുന്നില്ല. വൈനിന്റെ മീനിങ് ഏതിന്റെ മീനിങ് ആയിരുന്നു? നാഹ് വൈൻ ഗെക്കോമൻ. വൈൻ ഗെക്കോമൻ ഒന്നിച്ചിട്ടാണോ? ഓക്കെ. വൈൻ എന്നുള്ളത് പ്ലേസ് ആണ്. ഓക്കെ. ഓക്കെ. Und hat 4 Jahre lang das Lycée Französisch besucht, eine französische Schule in Wien. എന്താ പറയുന്നത്? പിന്നെ 4 കൊല്ലം എവിടെയാണ് അവർ പിന്നെ പഠിച്ചത്? പിന്നെ ഷി അറ്റൻഡഡ് സ്കൂളിൽ ലിസി ഫ്രാൻസിസ് എന്ന് പറഞ്ഞൊരു സ്കൂളിലാണ് പോയത്. അത് എവിടെയാണെന്നാ പറഞ്ഞത്? അതിന് ഫ്രാൻസിയോസിഷ ഷൂള്, ദാറ്റ് ഈസ് എ ഫ്രഞ്ച് സ്കൂൾ. ഫ്രഞ്ച് സ്കൂളായിരുന്നു അവിടെ വീനിലുള്ള. അവിടെ ആയിരുന്നു പിന്നെ ബാക്കി 4 കൊല്ലങ്ങൾ ആര് സ്പെൻഡ് ചെയ്തത്? നമ്മുടെ ലെന റിഷ്ടർ അവിടെ ആയിരുന്നു. Ich war von 8 bis 16 Uhr in der Schule. Okay. 8 മണി മുതൽ പിന്നെ 4 മണി, ഈവനിങ് 4 മണി വരെ അവരുടെ സ്കൂളിലായിരുന്നു. Und dort haben wir fast nur Französisch gesprochen. Okay. That was challenging for her. That is, അവർക്ക് അവിടെ ഫ്രഞ്ച് മാത്രമേ സംസാരിക്കാൻ പറ്റുള്ളൂ ആ ഒരു ടൈമിൽ. Okay. എന്തായിരുന്നു? ഗെസ്പ്രോഹന്റെ മീനിങ് gesprochen. Gesprochen, sprechen എന്ന വേർബിന്റെ പാർട്ടിസിപ്പ് സ്വൈ ഫോം. What is sprechen? Speak. Yeah, gesprochen, spoke. Past form. Yeah. Wir hatten nur kleine Klassen und ich habe bis heute Freunde aus dieser Zeit. Wir hatten nur kleine Klassen. ഞങ്ങൾക്ക് ചെറിയ ക്ലാസ്സുകളായിരുന്നു. Kleine Klassen എന്ന് വെച്ചാൽ ചെറിയ ക്ലാസ്. Only small classes. Und ich habe bis heute Freunde aus dieser Zeit. Okay, ഇപ്പൊ പറയുന്നത് എന്താണ്? Till now എനിക്ക് ഇവരുടെ മീൻസ് അന്നുണ്ടായിരുന്ന ഫ്രണ്ട്സിനായിട്ട് ഇപ്പോഴും ടച്ച് ഉണ്ട് എന്നുള്ള രീതിയിലാണ് പറയുന്നത്. ഓക്കെ. ഞാൻ ഇപ്പോഴും അവരായിട്ട് നല്ല ഫ്രണ്ട് ആയിട്ടാണ്, നല്ല ഫ്രണ്ട്ലി ആയിട്ടാണ് ഇരിക്കുന്നത്. ഓക്കെ. ഡു വൺ തിങ്, ഈ പാരഗ്രാഫ് ഒന്നുകൂടെ മൈൻഡിൽ വായിക്കാം. എന്നിട്ട് ഏതെങ്കിലും വേർഡ്സ് ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കാം. Okay.
ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കാം കേട്ടോ. Clear? ഇനി ബാക്കി നമുക്ക് ഡിസ്കസ് ചെയ്യാൻ ഇന്ന് കഴിയുന്നുണ്ടാവില്ല. വാട്ട് യു വോണ്ട് ടു ഡു? ഇയാൾക്ക് ഇത് ബാക്കി 2 പാരഗ്രാഫ് ഹോംവർക്ക് ആയിട്ട് ചെയ്യണോ അതോ ക്ലാസ്സിൽ തന്നെ ഡിസ്കസ് ചെയ്യണോ? വാട്ട് യു പ്രിഫർ? Homework ചെയ്തോളാം. ഓക്കെ, ഇന്ന് ഈ 2 പാരഗ്രാഫും കൂടെ വായിക്കാം. എന്നിട്ട് ഈ മേലെ കൊടുത്തിരിക്കുന്ന 7 ക്വസ്റ്റ്യൻസിന് ആൻസേഴ്സ് ചെയ്യാം. ഓക്കെ, Okay. എന്നിട്ട് നാളെ ആകുമ്പോഴേക്ക് സബ്മിറ്റ് ചെയ്യാം. നാളെ നമ്മൾ പുതിയ ടോപ്പിക് സ്റ്റാർട്ട് ചെയ്യും. Okay. ഓക്കെ, സോ ബാക്കി കാര്യങ്ങൾ നമുക്ക് നാളെ ഡിസ്കസ് ചെയ്യാം. ദിസ് ടൈം ചൂസ് Choose. ആൻഡ് പ്ലീസ് റിമെമ്പർ ഇതുവരെ കഴിഞ്ഞ ടോപ്പിക്സ് ഒന്ന് റിവൈസ് ചെയ്യാം. ഓക്കെ, Okay. ചൂസ്. Choose.